കിരവാണി സാറിൻ്റെ ഒരു ഗംഭീര സോങ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ 2 പാട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, RRR തന്നെ. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ എന്നും കാണുന്നൊരു പാട്ടാണ്. ഈ പാട്ട് ഈ ലെവലിൽ പോകുന്ന ഒരിക്കലും വിചാരിച്ചില്ല, നാട്ടു. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് അതൊരു അദ്ദേഹം വിളിച്ചപ്പം അദ്ദേഹത്തിൻ്റെ വൈഫാണ് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞൊരു മൂവി ഉണ്ട്, അർജൻറ്റായിട്ട് ഹൈദരാബാദ് വന്ന്. ഞാൻ പോയി, നെക്സ്റ്റ് ഡേ തന്നെ പോയി. ഐ തോട്ട് ഒരു മെലഡി ആയിരിക്കും, സാറിൻ്റെ ഒരു നല്ല മെലഡി ആയിരിക്കും. ഞാൻ കൂടുതലും മെലഡീസ് ആയിരുന്നു ആ സമയത്ത് പാടുന്നത്. അവിടെ എത്തിയപ്പോൾ വേറൊരു ലോകമാണ്. RRRന് വേണ്ടി അവരൊരു ബിൽഡിംഗ് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ആ ഫിലിമിൻ്റെ എല്ലാ വർക്ക്സും ആ ബിൽഡിങ്ങിലാണ്. റെക്കോർഡിങ്, അവരുടെ ഡിസ്കഷൻ, മീറ്റപ്സ്, അവരുടെ ആക്ടേഴ്സ് വന്നാലുള്ള എല്ലാം നമുക്ക് കഴിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളോടുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു. അദ്ദേഹം വന്നു പറഞ്ഞു ഇതൊരു ഡിഫറെൻറ്റ് സോങ് ആണ്. അപ്പോൾ ആദ്യം ഞാൻ നാട്ടുമല്ല പാടിയത്, വേറൊരു അതിൽ തന്നെ എൻ ക്രെഡിറ്റ്സിൽ വരുന്നൊരു പാട്ടുണ്ട്. അപ്പം ഞാനും വിജയേട്ടനും കൂടിയാണ് അതെ ഇന്ത്യയുടെ ഒരു സംഭവം കേരള. അപ്പോൾ അതൊരു രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ പാട്ട് കഴിഞ്ഞു, ഞാൻ ശരി സാർ എന്നൊക്കെ എല്ലാവരുടെ അടുത്തും ഞങ്ങൾ ഒരുമിച്ചൊക്കെ ഇരുന്ന് കഴിച്ചു. സാറിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റി. രാജമൗലി സാറും ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര രസമായിരുന്നു ആ ഒരു മൊമെൻറ്റ്. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങാൻ പോയപ്പോഴാണ് പറഞ്ഞത് ഒരു സോങ് കൂടി ഉണ്ട് ഹരി, ആർ യു ഫ്രീ ടുഡേ, അല്ലെങ്കിൽ ടുമോറോ നാളെ പോയാൽ മതിയെങ്കിൽ നമുക്കൊരു പാട്ട് കൂടി പാടാം. റെഡി, എത്ര പാട്ട് വേണം, ഞാൻ വെയിറ്റ് ചെയ്യാം, റെഡി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് നെക്സ്റ്റ് സോങ് ആയിരുന്നു നാട്ടു. അത് ഞാൻ അങ്ങോട്ട് കയറിയപ്പം നല്ല സൈസുള്ള ആൾക്കാരാണ് മറ്റേ കോറസൊക്കെ പാടാൻ നിൽക്കുന്നത്. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ എൻ്റെ അമ്മേ ഇവരൊക്കെയാണോ ഇവരുടെയൊക്കെ വോക്കൽ ത്രോ എന്ന് പറഞ്ഞാൽ ആ പാട്ടിൽ അലറി വിളിക്കുന്ന കുറേ കോറസ് ഉണ്ട്. അപ്പോൾ മറ്റേ പാണ്ടിപ്പടയിലെ ദിലീപും മറ്റേ അംഗങ്ങളും അതുപോലെയായിരുന്നു സ്റ്റുഡിയോക്കകത്ത്. ഞാൻ ദിലീപേട്ടനായിട്ട്. പക്ഷേ ഭയങ്കര ഗംഭീരമായിട്ട് അവരും പാടി, ഭയങ്കര ഫുൾ എനർജി. അപ്പോൾ എൻ്റെ അടുത്തും പറഞ്ഞു ഹരി വെറുതെ നിന്ന് പാടണ്ട, ഫുൾ ഡാൻസ് അടിച്ചു പൊളിച്ച് പാടിക്കും ഇവരുടെ. അപ്പോൾ എനിക്ക് അവരുടെ എനർജിയും പിന്നെ കൺമുന്നിൽ കിരവാണി സാറുണ്ട്, സാറും ഫുൾ എനർജി ഡാൻസ് ഒക്കെ ചെയ്ത്. അപ്പം ഞാൻ എത്ര എനർജി പാടിയിട്ട് രാജമൗലി സാർ ഇങ്ങനെ പവർ വരട്ടാ കുറച്ചുകൂടി പവർ. അതെനിക്ക് മറക്കാനാവാത്ത ഒരു റെക്കോർഡിംഗ് ആയിരുന്നു. കാരണം ഒരു ഹാള് സാധാരണ റെക്കോർഡിംഗ് എങ്ങനെയാണ്, ഒരു ബൂത്തിൻ്റെ അകത്ത് നമ്മൾ നിൽക്കുന്നു, മ്യൂസിക് ഡയറക്ടർ അപ്പുറത്ത് നിൽക്കുന്നു, കറക്ഷൻസ് പറയുന്നു. ഇത് ഞാനൊരു ഹാളിൻ്റെ നടുക്ക് നിൽക്കുക, എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ രാജമൗലി സാറും കിരവാണി സാറ്, ഈ RRRൻ്റെ ക്രൂ, കൺസോളൊക്കെ അവിടെ തന്നെ, എല്ലാം സിസ്റ്റം ഒക്കെ സൈഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ബാക്ക് സൈഡാണ് ഞാൻ കാണുന്നത്. അവിടെ തന്നെ ഇരുന്ന് എല്ലാവരും ആ ഹാളിൻ്റെ അകത്തൊരു 20 പേരുണ്ട്. അവരെല്ലാവരും ടേക്ക് എടുക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കും. ഓരോ ലാംഗ്വേജ് വെച്ചാൽ മൾട്ടി ലിംഗ്വൽ ആയതുകൊണ്ട് രാവിലെ ബെന്നി ദയാൽ വരുന്നു, പിന്നെ വിശാൽ മിശ്ര, അങ്ങനെ എല്ലാ ഗ്രേറ്റ് സിംഗേഴ്സ് ഇങ്ങനെ വന്ന് പാടി പോകുന്നു. അപ്പം എനിക്കും അതിലൊരു ഭാഗമായത് ഞാൻ കിരവാണി സാറിന് ഈ ഒരു മൊമെൻറ്റിൽ ഐ എം താങ്കിങ് സാറിന്.